ഈ നയതന്ത്ര രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമ്മുടെ എതിർപക്ഷത്തുള്ള ആളുകളെ എല്ലാവരെയും ഒന്നിച്ചു നിൽക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണല്ലോ. സാധാരണഗതിയിൽ ഏത് ചെറു രാജ്യമാണെങ്കിലും അവർക്കപ്പുറത്ത് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളെയും പരസ്പരം കൈകോർക്കാനുള്ള അവസരം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് സാധാരണഗതിയിൽ രാജ്യങ്ങൾ ചെയ്യുക. ട്രംപ് പക്ഷേ ഇക്കാര്യത്തിൽ അയാളുടെ പല മണ്ടത്തരങ്ങളെയും പോലെ ഒരു വലിയ മണ്ടത്തരം ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്കിതെല്ലാം കാണുമ്പോൾ തോന്നുക. കാരണം നേരത്തെ ഇന്ത്യ അമേരിക്കയുമായിട്ട് നല്ല സൗഹൃദം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായിട്ട് ആ നിലക്കായിരുന്നില്ല. അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനുമായിട്ട് ഉള്ള പ്രശ്നം നമുക്കറിയാം. ചൈനയുമായിട്ടൊട്ടും സൗഹൃദത്തിലായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുമായിട്ട് പുതിയ വല്ലാത്ത തോതിൽ പരസ്യമായിട്ട് ചേരാൻ പറ്റാത്ത ഒരു സംവിധാനം അവിടെ ഭരണ സംവിധാനമായിട്ട് വന്നിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് സാധാരണഗതിയിൽ നമുക്ക് സാധ്യമാകാത്ത ഒരു കാര്യം പക്ഷേ ട്രംപ് ഈ താരിഫ് കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് ഇതിൽ ഏറ്റവും കൗതുകരമായ കാര്യം? ഇത് എല്ലാവർക്കും, ഇന്ത്യക്ക് മാത്രമല്ല, ഇതിപ്പം റഷ്യക്കാണെങ്കിലും ചൈനക്കാണെങ്കിലും എല്ലാം അവസരങ്ങളാണ്, എല്ലാവർക്കും അവസരങ്ങളാണ് തുറന്നു തന്നിരിക്കുന്നത്. എല്ലാവരും നമ്മൾ ഈ കാണുന്ന റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അവരുടെ താല്പര്യങ്ങളെയും ഏറ്റവുമേറെ വിലമതിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് നേർക്കുനേർ ഫൈറ്റ് ചെയ്യാൻ പോലും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ സൗഹൃദത്തോടു കൂടിയിട്ടാണ്. ട്രംപിനോട് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും നമ്മൾ സ്വരം ഒരു പരിധിക്കപ്പുറം കടുപ്പിക്കാൻ എന്തായാലും തയ്യാറായിട്ടില്ല. പക്ഷേ റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും അവർ കുറെ കൂടെയൊക്കെ അഗ്രസീവായിട്ട് ഇടപെടാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ്. പക്ഷേ എന്നിട്ട് പോലും അവർ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ലൈന് പിടിച്ച് നമ്മളുമായിട്ട് ചേരുന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഡാറ്റാ ഷീറ്റിൽ വിശദീകരിച്ച ഈ കാര്യങ്ങളെല്ലാം പുതുതായി സംഭവിക്കുന്ന ഈ കാര്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വേണം കാണാൻ. ഇപ്പോൾ ചൈനയെ മാത്രമായിട്ട് എടുത്താൽ നമുക്ക് ഇതിലൊരു കാര്യം, എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. എന്ന് മാത്രമല്ല റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ലോകത്തെ നമ്പർ 1 രാജ്യം തങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങളാകണം ഭാവിയിൽ എന്ന് കണക്കുകൂട്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ആധിപത്യത്തെ അവർ ആ നിലയ്ക്ക് കണക്കാക്കുന്നില്ല. അതിന് മറികടന്ന് പോകണമെന്ന് വിചാരിക്കുന്ന ആളാണ് ട്രംപ് ആണെങ്കിലും ഷീ ജിൻപിങ് ആണെങ്കിലും. അവരുടെ മുൻഗാമികളായിട്ട് ആ രാജ്യങ്ങളെ കൊണ്ടുവരിക്കുന്ന ആളുകളാണെങ്കിലും ഈ ചൈനയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അവർ സ്വന്തം രാജ്യത്തിന് നേട്ടം ഉണ്ടാവുക എന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി പ്രവർത്തിക്കുന്ന ആളാണ്.